പ്രോസസ് ചെയ്യുന്ന ഹണി പ്ലാന്റ് ഉണ്ട്, പ്രോസസ്സിംഗ് പ്ലാന്റ് ഉണ്ട്. അത് നമുക്ക് കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കുറച്ച് വന്നിട്ട് നല്ല ഫാം സംരക്ഷിക്കാൻ നമ്മൾ പ്രോസസ്സിങ് ചെയ്യുന്നത് റാണിയായിട്ട് എണ്ണ ചേരുക എന്നുള്ളൊരൊറ്റ ധർമ്മം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വേലക്കാരിച്ചകൾ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യുന്നതും വേലക്കാരിച്ചകളാണ് ആണ്. റാണീച്ചയുടെ പണി എന്ന് ജോലി എന്ന് പറയുന്നില്ല, മുട്ടയിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ള കുഞ്ഞുങ്ങളെ മുട്ടയ്ക്ക് ചൂട് കൊടുക്കുന്നു, മുട്ടയ്ക്ക് ചൂട് കൊടുക്കുന്നു, ലാർവയ്ക്ക് തീറ്റ കൊടുക്കുന്നതും ബാക്കി എല്ലാ ജോലിയും ചെയ്യുന്നത് പെണ്ണീച്ചകളാണ്. ഇറങ്ങി കഴിഞ്ഞ് അന്ന് തന്നെ എന്ന് പറയുന്നതിൽ അവരവിടെ കൂട് വൃത്തിയാക്കലും അറ വൃത്തിയാക്കലൊക്കെയാണ് പണി. അറ എന്ന് പറഞ്ഞാൽ നിങ്ങളിതിൻ്റെ ഇതിൻ്റെ അടക്കലാന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്താണ് കൂട്ടുന്നത് മെഴുകുപയോഗിച്ചാണ്. അതായത് വേലക്കാരി ഈച്ചകളുടെ ഉദരഭാഗത്തുള്ള ഒരു ഭാഗത്തുനിന്ന് ഒരു അപ്പോൾ ഏറ്റവും നമ്മളൊരു ഫ്രെയിം എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ അവരുടെ തീറ്റ എന്നതാണ് ആഹാരം, തേന്. അതിൻ്റെ താഴെ അവർക്ക് വേണ്ട ഭക്ഷണം എന്നതാണ് പൂമ്പൊടി. അതിൻ്റെ താഴെ മുട്ട, പുല്ലു, സമാധി, പിന്നെ അങ്ങനെയായിട്ടാണ്. എന്തോ നമ്മള് കല്യാണത്തിനൊക്കെ നല്ല ഒരു തടിയുള്ള പെണ്ണിനെ തടിയുള്ള ചെറുക്കൻ അല്ലേ, പൊക്കമുള്ള ചെറുക്കന് പൊക്കമുള്ള ചെറുക്കൻ എന്ന് പറയുന്നതല്ലേ, ഇവര് ഏറ്റവും ശക്തനായ കരുത്തുള്ള ആണീച്ചയായിട്ട് ഇണചേരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മള് അല്ലാതെ നമ്മൾ ഈ രേണി പിടിച്ച ആണീച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മെലിഞ്ഞ് ഇങ്ങനെ വല്ലതായിട്ട് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കും? ചട്ടനും പൊട്ടനും ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ ഈ തേനീച്ചനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ നിരീക്ഷിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പഠിത്തം ഒരിക്കലും തീരില്ല. അതൊരു അത്ഭുത അങ്ങനെ നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ ആകാശത്ത് വെച്ചത്. അപ്പൊ ഈ ഇണ ചേർന്നതിന് ശേഷം ഇവർ വന്ന് കൂട്ടിൽ ഒരു 10-15 ദിവസം ആകുമ്പോഴത്തേക്ക് ഇണ ചേർന്ന് വന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൂട്ടിൽ കൊണ്ടുവരും. കൂടെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലേ? ഈ റാണി ചിലപ്പോ ഇണ ചേർന്ന് കഴിഞ്ഞിട്ട് അപ്പോഴെ ബീജസഞ്ചി നിറഞ്ഞില്ലെങ്കിൽ പിന്നെ 2-3 ആഴ്ചയായിട്ട് ചേരും. ബീജസഞ്ചി നിറഞ്ഞ് വന്നാൽ പിന്നെ അവള് പുറത്ത് പോവുകയില്ല. കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ റാണി വേലക്കാരീച്ചകൾ എന്നെയെന്ന് അറിയാവോ? അപ്പൊ ഇവൾക്ക് പ്രായമായി മുട്ടയിടാൻ കഴിവില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കുമല്ലോ. അപ്പത്തേക്ക് ഇവള് മുട്ടയിട്ട ആ മുട്ടയിൽ നിന്ന് ഇവര് നല്ലൊരു റാണീനെ ഉണ്ടാക്കുന്നു. ആ റാണി വിരിയാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് റാണീനെ റാണി നമ്മള് റാണിയുടെ മരണം റാണി അവര് പറയുന്നു 3 കൊല്ലം 5 കൊല്ലം എന്നൊക്കെ പറയുന്നു ജീവിക്കുന്നു പറയണു. പക്ഷെ എല്ലാ കൊല്ലവും റാണീനെ കൊന്ന് പുതുക്കുന്നതായിരിക്കും നല്ലത്. പുതിയ റാണിക്ക് നല്ല ഊർജ്ജസ്വലമായിട്ട് മുട്ടയിടും. ആ പുതിയ റാണി നിങ്ങൾ തേനൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കൂട്ടിലെ റാണി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ സീസണില് അവര് നല്ല പോലെ തേൻ കൊണ്ടുവരുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും പഴയ റാണീനെ എല്ലാം കൊണ്ടുവരും. ഒരു കൊല്ലം നമ്മൾ വെച്ചോണ്ടിരിക്കുന്നു. അതിനെ കൊന്ന ഈ പുതിയ റാണിയാണ്. പുതിയ റാണിക്ക് നല്ല മുട്ടയിടാനുള്ള നല്ല കഴിവുണ്ട്. അതുപോലെ അവർക്ക് പണി നല്ല കൂടുതലായിട്ട് നടക്കുന്നു. കൈ കൊണ്ട് ഒരിച്ച് മറ്റേ ഇതിനെ കൊണ്ട് മൂടി വെപ്പിക്കലെല്ലാം ഈ റാണിയാണ്. അപ്പോൾ സാധാരണ 1 കൊല്ലം ആകുമ്പം റാണീനെ പുതുക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 2 കൊല്ലം ആകുമ്പോഴത്തേക്ക് പഴയ റാണീനെ കൊന്നു കളഞ്ഞിരിക്കണം. പുതിയ റാണിക്ക് നമുക്ക് മുട്ട കൊടുക്കുന്നതാണ് നല്ലത്.
നമ്മൾ അന്ന് റാണീനെ പിടിച്ചിട്ട് നമ്മള് റാണീനെ പിടിച്ചിട്ട് കഴുത്തൊന്നും കണ്ടിക്കണ്ട, ഇങ്ങനെയൊന്നും കാണിച്ചാൽ ഒരു ഞെക്ക് കൊടുത്താൽ മതി. ഇതിപ്പോ ഈ കൂട്ടിലുണ്ടല്ലോ നമ്മള് റാണി കൂട്ടിലുണ്ട്, കൂട്ടിൽ നമ്മൾ കൂട് പരിശോധിക്കുമ്പോ ചിലപ്പോ ഈ പ്രേമകൾ തമ്മിൽ ഇങ്ങനെ ഇരിക്കുന്ന നമ്മളൊരു അട അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ഇരിക്കുമായിരുന്നു. ഇവന് എന്തെങ്കിലും ഒരു മുട്ടയിടുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ റാണിയല്ല, നല്ല മുഴുത്ത റാണിയായിട്ടാണില്ല. അപ്പൊ ഇവന് എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ഷതമോ എന്തെങ്കിലും ഇവന് പറ്റിയാൽ മതി, ഉടനെ തന്നെയും പിന്നെ അവരെ റാണീനെ വെച്ചേക്കില്ല. മുട്ട ഉണ്ടാക്കിയിട്ട് ഇതിനെ കൊന്നു കളയും. അവർക്ക് എപ്പോഴും നല്ല ഊർജ്ജസ്വമായിട്ടിരിക്കുന്ന നല്ല റാണിയാണ് വേണ്ടത്. ഒരു കൊല്ലത്തിൽ റാണി കൊന്നിട്ട് വേറെ റാണി വേണ്ടേ? അതിന് നമ്മള് റാണീനെ നമ്മള് വേറെ മുട്ടയാക്കിയിട്ട് റാണി തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് മുട്ട ഉണ്ടാക്കിക്കോളും, മുട്ടയായിട്ട് ഇറങ്ങും. അപ്പൊ അത് ഞാൻ അതിനാണ് തേനീച്ചവളർത്തിലാണ് പറയാൻ പോകുന്നത്. ഇത്ര നേരം ഉറങ്ങിയാലൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തുടക്കക്കാർക്കുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ് എടുത്ത് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ തേനീച്ചയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾക്ക് ചക്രം എന്ന് പറയുന്നത് 3 സ്റ്റേജായിട്ട് തിരിച്ചിരിക്കുകയാണ്. ക്ഷാമകാലം, വളർച്ചാക്കാലം, ഉൽപാദനകാലം. ക്ഷാമകാലം എന്ന് പറയുമ്പോഴത്തേക്കും ഈ സമയം തേനീച്ചകൾക്ക് തേന് പുറത്ത് ഈ മഴയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കുള്ള വളർച്ചക്കാലം എന്ന് പറയുമ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും തോട്ടത്തിൽ കൂടിയൊക്കെ തൊട്ടാവളി കാര്യങ്ങളൊക്കെ വളരുമല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും പൂമ്പൊടി ധാരാളം വരും. പൂമ്പൊടി ധാരാളം വന്നു കഴിയുമ്പോഴത്തേക്കും റാണി മുട്ടയിടും. അത് മുട്ടയിടുന്ന ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂമ്പൊടി ഇഷ്ടംപോലെ ഇവർ ഉണ്ടെന്ന് അറിഞ്ഞു. ഇവർ തേനീച്ചകൾ റാണിയോട് പറഞ്ഞു. റാണി ഉടനെ ഇവർ മുട്ടയിടാനായിട്ട് ഇതിൻ്റെ അറകൾ പോളിഷ് ചെയ്ത് കൊടുക്കുവാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മുട്ട വിരിഞ്ഞിറങ്ങിയ അറയ്ക്കൊരു തിളക്കം പോലെ അതിന് തെനിച്ച കൂടുണ്ടോ? അപ്പൊ അങ്ങ് പോയിട്ട് ശ്രദ്ധിച്ചോണം. വിരിഞ്ഞിറങ്ങിയ കൂടിൻ്റെ അകത്ത് ആ കാര്യമാക്കിയിരിക്കുന്ന അറ തീറ്റ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആ അറക്കകത്ത് നല്ലൊരു തിളക്കം കാണും. അതിനകത്ത് ഒന്ന് വിരിഞ്ഞിറങ്ങിയ അറക്കകത്ത് നിന്നാണല്ലോ പിന്നെയും റാണി മുട്ടയിട്ട് വിരിഞ്ഞിരുന്നത്. അപ്പോഴത്തേക്ക് ഇത് വിരിഞ്ഞിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇത് ക്ലീന് ആക്കി കൊടുക്കുന്നതാണ്. അവർ പയ്യെ മെഴുകി വെച്ചിട്ടൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കും, അത് വൃത്തിയാക്കി കൊടുക്കും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റാണി പുതിയ മുട്ടയിടുന്നു. പുതിയ റാണി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും റാണിക്ക് എന്നതാ കിട്ടുന്നത്? റാണി എന്നാ കഴിക്കണത്? റോയൽ ജെല്ലി. അപ്പം റോയൽ ജെല്ലി ഞാൻ പറഞ്ഞ 3 ദിവസം തുടങ്ങി 6 ദിവസം വരെയുള്ള വേലക്കാരി ഈച്ചകളുടെ തലയിൽ നിന്ന് വരുന്ന ഒരു സ്രവമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒന്നിനെ കൂടുതൽ കുഞ്ഞ് ഈച്ചകൾ കൂട്ടിലുണ്ടെങ്കിൽ മാത്രമേ എന്നത് റാണിക്ക് ഭക്ഷണം കിട്ടുള്ളൂ. റാണിക്ക് ഭക്ഷണം കിട്ടിയാലേ റാണി മുട്ടയിടുള്ളൂ. മുട്ടയിട്ടാലേ കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ. നമ്മൾ തീറ്റ കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിലും തീറ്റയൊന്നും ഇവിടെ ഇല്ല, മഴക്കാലമാണെന്നും പറഞ്ഞുകൊണ്ട് വേലക്കാരി ഈച്ചകൾ തന്നെയും നീ ഇത്രയും പാടുപെട്ട് ആകാശത്ത് പോയി ഇടചേർന്ന് നല്ല കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് റാണി മെനക്കെട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ എന്നെ ഇവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീറ്റ കൊടുക്കാതെ അതിനെ മെലിഞ്ഞ് തൊടിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം ആയില്ലേ. ഉടനെ കുഞ്ഞുങ്ങളെല്ലാം എന്നെ ഞങ്ങൾ രവി എന്ന് പറയും, ഒരു ഭക്ഷണമൊക്കെ കഴിക്കാതെ അല്ലേ അപ്പൊ അന്നേരത്തേക്ക് ഇങ്ങനെ പറയും തീറ്റയൊന്നും ഇവിടെ കൂട്ടിലൊന്നും കിട്ടാനൊന്നും ഇല്ല, അതുകൊണ്ട് നീ മുട്ട ഇടണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇത് അറ പോളിഷ് ചെയ്ത് കൊടുക്കാതിരിക്കും. അങ്ങനെ കൊടുക്കാതിരിക്കും എന്നെയും റാണിയുടെ മുട്ടയിടൽ കുറയും. അപ്പൊ റാണി ഒരു സമയത്ത് നല്ല സീസൺ സമയത്ത്, അതായത് നമുക്ക് തേനും പൂമ്പൊടിയുള്ള ഈ സമയത്ത് ഒരു നവംബർ ഡിസംബർ വരെ അവർ ഒരു കൂട്ടിൽ 1000 തുടങ്ങി 1200 മുട്ട ഇടുമെന്നാണ് പറയണത്. ഈ മഴക്കാലം ആകുമ്പോഴത്തേക്ക് അവളൊരു 800-600 ഇതിലേക്കൊക്കെ വരുന്നുണ്ട്.
അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഈ 1000 തുടങ്ങുന്ന തീറ്റ കൊടുത്തില്ല. ഉടനെ എന്ത് ചെയ്യും? 800 ആക്കി കഴിയുമ്പോൾ എന്നാ ചെയ്യുന്നത്? 800 കുഞ്ഞുങ്ങളുടെ തീറ്റ അവൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അവള് ഒന്നുകൂടെ മെലിഞ്ഞു പട്ടിണിയാവുകയാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് മുട്ടയിടാനുള്ള കഴിവ് വരണം. പിന്നെ ഈ 800 ഇറങ്ങുന്നത്. പിന്നെ ഈ 800 തീറ്റയും കിട്ടിയിട്ട് പിന്നെ ആകുമ്പോഴത്തേക്ക് അവളെന്നെ ചെയ്യും 600 അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കഴിഞ്ഞ് വന്ന് അവസാനം കൂട്ടിൽ തന്നെ ഉണ്ട് കുഞ്ഞ്. കൂട്ടിൽ തന്നെ റാണി തീരെ മെലിഞ്ഞ് പോവുകയും ചെയ്യും. കൂട്ടിൽ എന്ത് ചെയ്യും? തേനീച്ചകളുണ്ടോ? തേനീച്ചകളില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? തേന നമുക്ക് മഴക്കാലത്ത് പറയും എന്ത് ചെയ്യും? മെഴുകുപുഴു കയറും. എല്ലാവർക്കും തേനീച്ചപ്പെട്ടി കൊടുത്തിട്ട് ഒരു കംപ്ലൈൻ്റ് ആണ്. എന്നതാണ്? കൂട്ടില്ല മെഴുകുപുഴു കയറി. ഈ സമയത്ത് പുഴു വന്നു. പെട്ടി കൊടുക്കും. പെട്ടി ആയിട്ട് തുടങ്ങിയ മെഴുകുപുഴു ഇത്ര സമയത്ത് നോക്കണം. അപ്പൊ അതിനായിട്ട് നമ്മളിപ്പം മഴക്കാലത്തെയാണ് നമ്മൾ പറയുന്നത്. ആദ്യം ക്ഷാമകാലം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തീറ്റയില്ലാത്ത കാലങ്ങളാണ്. അപ്പം തേനീച്ചയ്ക്ക് പുറത്ത് പോയിട്ട് തേനൊന്നും എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പഞ്ചസാര ലായനി നമ്മൾ കൊടുക്കേണ്ടതാണ്. പഞ്ചസാര ലായനി കേട്ടോ. ശർക്കര ഒന്നും കഴിക്കില്ല. പഞ്ചസാര ഒരു ഗ്ലാസ് പഞ്ചസാരക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് ആറി അതിൻ്റെ അകത്ത് സ്വല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. അല്ലാതെ ഒരു ജീവിയാണല്ലേ, നമ്മളെ പോലെ മഴക്കാലമല്ലേ, അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സ്വല്പം നല്ല മഞ്ഞൾ പൊടി, നമ്മൾ പൊടിപ്പിച്ച മഞ്ഞൾ പൊടിയാണ് കൊടുക്കുന്നത്. അല്ല, മഞ്ഞൾ പൊടി ഇട്ടാൽ മുട്ടയിടുന്ന പറയുന്നത് മുട്ടയിടുന്ന പറയുന്നത് അതിന്റെ വിസ പറയുന്നത് ആര് പറഞ്ഞു? അത് മഴക്കാലത്താണോ? മഴക്കാലത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മുട്ട ഇടല് കുറഞ്ഞു. അല്ല, മഞ്ഞൾപ്പൊടി നല്ല പ്രതിരോധ ശേഷിക്കൊക്കെ നല്ലൊരു ഔഷധമൊന്നുമില്ല മഞ്ഞള്. തേനും മഞ്ഞളും കൂടെ കഴിക്കുകയാണ് എന്തെല്ലാം നമ്മൾ നമുക്കെന്നറിയാവോ? ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളെ നടന്നിരിക്കല്ലേ പറ്റി, നിങ്ങൾ ആഴ്ചയിൽ 1 വിധം തീറ്റ കൊടുക്കും. തീറ്റ കൊടുത്തതിന് ശേഷം സംശയം ഞാൻ പറയുന്നുള്ളൂ. പുതിയ ആൾക്കാർ അപ്പൊ തീറ്റ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കിന്റെ പഴയ അടകളൊക്കെ മാറ്റി പുതിയ അടകളാക്കി നല്ല സ്ട്രോങ് ആയിട്ട് കോളനി നിർത്തണം. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഈച്ചകൾ ഒത്തിരി ആയിട്ട് കോളനി നിർത്തുക. അപ്പൊ ഈ വീട്ടിലൊക്കെ മുട്ടയും പുഴുവോ എന്താണ് സമാധിയായിട്ടുള്ള ഈച്ചകൾ ധാരാളം നടക്കും. അപ്പോഴത്തേക്കും ഇതിനെ നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്യുക. 1.5 മാസം കഴിയുമ്പോഴത്തേക്കും പിന്നെയും ചെയ്യാം. 3-4 പ്രാവശ്യമൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. കുറഞ്ഞതൊരു 2 പ്രാവശ്യം. ഇതൊരു ആക്കി 3 ഗ്രേം. പിന്നെ എളുപ്പത്തിനായിട്ട് ഞങ്ങൾ ടെക്നിക്കലായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 2-4 മാറ്റാൻ പറയും. അത് നമ്മൾ ഈ പ്രേമിലുള്ളത് 6 പ്രേം, ബാക്കിയുള്ളത് 8 പ്രേം. അത് കർണാടക പ്രേമല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ റാണിയില്ല എന്താക്കണം, റാണി ഇല്ലാത്ത എത്ര ദൂരം പറ്റും. അപ്പൊ ക്ഷാമകാലത്ത് നമ്മൾ ഇതിന് പഞ്ചസാര ലൈന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ 1:1 തിളപ്പിച്ച പഞ്ചസാര ലൈന് വെള്ളം കൂടെ തിളപ്പിച്ചതിന് ശേഷം മഞ്ഞൾ പൊടി ഇട്ടിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ തരുമ്പോൾ നിങ്ങൾക്ക് ക്ഷാമകാലമാണ് കേട്ടോ. അത് 3 അടയ്ക്കാത്തേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ ഒരു എക്സ്ട്രാ ഇത് അടച്ചിങ്ങനെ കെട്ടി വെച്ചിട്ടായിരിക്കും ഈസിയായിട്ട് തരുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലേക്ക് എക്സ്ട്രാ ആയിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ തന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് പറയാം, തലേ ദിവസം തന്നെ ഇത് വെക്കേണ്ടത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് വെക്കണം. എവിടെ കൊണ്ടുപോയിട്ട് പെരയുടെ മൂലയിലോ അല്ലെങ്കിൽ പറമ്പിൻ്റെ മൂലയിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ ഈച്ചകൾ രാവിലെ ഇറങ്ങുന്നത് കൂടിനൊന്ന് പ്രദക്ഷിണം വെച്ചിട്ടാണ് ഇവർ ഇറങ്ങുന്നത്, ഇവരുടെ വഴി ദിശയറിയാനായിട്ട്. അപ്പം അങ്ങനെ ദിശയറിയാൻ പോയിട്ട് വരുന്ന ഈച്ചകൾ പിന്നെ നമ്മളിവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈച്ചകൾ പിന്നെ അവർക്ക് വേറെ കൂട്ടിലേക്ക് ഇരിക്കാൻ അവർക്ക് വഴിയറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെ വയ്ക്കുന്നോ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഒന്ന് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം, അതിന് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആക്കിയതിന് ശേഷം രാത്രി അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക. അപ്പം നിങ്ങൾ എത്ര പറ്റിയും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സാറ്?
നിങ്ങൾക്ക് എത്ര അതിലോട്ട് അയക്കണേ? ആ പറ്റില്ല. അപ്പൊ എന്നതാണെങ്കിലും വേണ്ടില്ല, 1 കിലോ പഞ്ചസാര 4 പെട്ടിക്കണം. 1 കിലോ പഞ്ചസാര 4 കേട്ടോ, ഈ സമയത്ത് 4 പെട്ടിക്ക് കൊടുത്തിരിക്കണം. അത് നിങ്ങൾ ഒരു ചിരട്ടയ്ക്ക് എല്ലാ ആഴ്ചയിലുണ്ട്. അപ്പൊ എന്നാന്നറിയാവോ, ഒരു ചിരട്ടയ്ക്കകത്ത് ഒഴിച്ച് വെച്ച് കൊടുക്കാൻ പറ്റും. ചിലരുടെ ചിരട്ട ഇത്ര ഉള്ളതായിരിക്കും, ചിലരുടെ ചിരട്ട ഇത്ര ഉള്ളതായിരിക്കും, ചിലരുടെ വലുതായിരിക്കും. അപ്പൊ എങ്ങനെയാണേലും വേണ്ടില്ല, ഈ 1 കിലോ പഞ്ചസാര 4. അപ്പൊ ചെറിയ ചിരട്ടയുള്ളവർ 2 വെക്കണം, ചിലപ്പോൾ 3 വെക്കണം. മനസ്സിലായോ? മുഴുത്ത. അപ്പൊ നമ്മളിതിന്റെ ഈ ആദ്യമേ കിട്ടുന്നവരെ കേട്ടോ, ഈ ഫ്രെയിമിൽ നിങ്ങളെടുത്ത് മാറ്റി വെച്ചോ. മാറ്റി അവിടെ എവിടെയൊന്നും ഇട്ട് കളയരുത്. എവിടെയെങ്കിലും ഒരു വള്ളിയും കൊണ്ട് കെട്ടി എവിടെയെങ്കിലും തൂക്കിയിട്ടു. തൂക്കിയിട്ടതിന് ശേഷം മുകളിലത്തെ എക്സ്ട്രാ പെട്ടി സൂപ്പർ ഇതിന്റെ മുകളിൽ വെക്കുക. മുകളിൽ വെച്ചതിന് ശേഷം ഇതൊരു പാത്രം ഇതിലായിട്ട് നമ്മൾ ഇവിടെ വെച്ചതിന് ശേഷം അത് ഇപ്പൊ 3 എഴുച്ചുള്ളൂ. 3 3 ഫ്രെയിമിനെ ധരിച്ചുള്ളൂ. 3 ഫ്രെയിമിൻ്റെ അകത്ത് ധരിച്ച ഇല്ല. അപ്പൊ തേനീച്ച ഉള്ളതിന്റെ മുകളിലായിട്ട് ചിരട്ട വെക്കണം, അവർക്ക് എളുപ്പം. അതിനുശേഷം ഒരു കല്ല് വെക്കുക. കല്ല് വെച്ചതിന് ശേഷം ഈ പഞ്ചസാര ലൈനി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് ചിരട്ടയാണെങ്കിൽ പോലും 2 കഷ്ണം കമ്പ് ഒടിച്ചിട്ടാൽ നല്ലതാണ്. മുങ്ങിച്ചാവാതിരിക്കും. മുങ്ങിച്ചാവാതിരിക്കും. ചിരട്ടയാണെങ്കിലും അതിൻ്റെ അകത്ത് 2 കഷ്ണം ആ ഉണക്കി കമ്പ് അങ്ങോട്ട് പറിച്ചിടുക. പറിച്ചിട്ടതിന് ശേഷം ഇത് നമ്മളിങ്ങനെ കെട്ടിവെക്കുക. ആ കയറ് വെച്ചിട്ട് ഞങ്ങളൊരു 2 കയറ് തരുന്നുണ്ട്. അതുപോലത്തെ കയറായിരിക്കും തരുന്നത്. നിങ്ങൾ 2 നല്ല വള്ളി അതൊക്കെ ഇട്ടിട്ട് സ്റ്റാൻഡ് തരുന്നുണ്ട്. സ്റ്റാൻഡ് തരുന്നതിന്റെ കാര്യം ആദ്യം ഇങ്ങനെയൊന്ന് കെട്ടുക. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായി? ആ കാലയില് സ്റ്റാൻഡേല് ഇങ്ങനെയൊന്ന് കെട്ടുക. കെട്ടി കഴിഞ്ഞതിന് ശേഷം അപ്പൊ അങ്ങോട്ടും കിടക്കും 2 വള്ളി വേണം കേട്ടോ. ഇങ്ങനെയൊരു വള്ളി, ഇങ്ങനെയൊരു വള്ളി കെട്ടിയതിന് ശേഷം എന്നിട്ട് ഇങ്ങനെ അവിടെ പലകട മുകളിൽ ഇരിക്കുന്നു. ഇതിങ്ങനെ നമ്മൾ ഇതിന്റെ അടിയിലേക്ക് വന്നിട്ട് ചിലരെന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ കെട്ടി വെക്കും. കേട്ടോ, ഇങ്ങനെ കെട്ടി വെക്കുമ്പോ എന്നറിയോ, നമ്മൾ ഈ കൂടടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വലിക്കും. അപ്പൊ കൂടെല്ലാം താഴെ പോകുന്നത് ഇളവും. ഇളകി കഴിയുമ്പോഴത്തേക്ക് എന്നെ ഞാൻ തേനീച്ചകൾക്ക് അവർക്ക് നോവും. അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു അന്നേരത്തേക്ക് എന്നെ ചെയ്യും, നമ്മൾ കൂടിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും 3 പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരിക്കും. അപ്പൊ തന്നെ ചാടി നമുക്കിട്ട് കുത്തു തരും. അപ്പൊ തേനീച്ച ഒരു കാരണവശാലും നമ്മൾ കുത്തു തരാം. കൂട് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്താലും കേട്ടോ. അതിന് വേണ്ട ഈ തേനീച്ചകൾക്ക് ഒരു എളുപ്പവും സംഭവിക്കാതെ നമ്മൾ കൂട് കൈകാര്യം ചെയ്യും. അപ്പൊ അതിനായിട്ട് എന്നെ കെട്ടുന്നത് എങ്ങനെയാണെന്നുണ്ടോ നോക്കിക്കോ. കാണാമോ നിങ്ങൾക്ക്? ശ്രദ്ധിച്ചോ. അതുപോലെ ഇവിടെ ഇട്ട് കെട്ടണം. 2 കെട്ടും ഇങ്ങനെയും കെട്ടണം, ഇങ്ങനെയും കെട്ടണം. എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെട്ടിട്ടിട്ട് ഇവിടെ പൊങ്ങിയിരിക്കും. ഇത് ഈ പെട്ടി കൊണ്ടുവന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ പെട്ടിക്ക് കംപ്ലൈന്റ്. ഇത് ഒരു കെട്ടും കൂടി ഇങ്ങനെ വന്നാലും ഇത് ചേർന്നിരുന്നാലല്ലേ ഇരിക്കും. നമ്മള് കട്ടളയുടെയൊക്കെ വട്ടച്ച് പോവുകയില്ല എന്ന് പറയുന്നില്ല. അവിടെ പൊങ്ങി ഇവിടെ പൊങ്ങി. അപ്പൊ അത് കെട്ടി നല്ലപോലെ കെട്ടി കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ മുകളിൽ പ്ലാസ്റ്റിക്, മഴക്കാലത്ത് പ്ലാസ്റ്റിക് ഇട്ട് മൂടണം. അതിനാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ തേനീച്ചകളുടെ ചൂട് ബ്രൂഡില് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് തേനീച്ചകൾക്ക്. അപ്പം ഈ തണുത്ത് ഇത് പെട്ടി നനയുവാണെങ്കിൽ എന്നെ പെട്ടി നനഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ചൂട് അവർക്ക് കുറയും. അപ്പം അങ്ങനെ വന്നിട്ടേക്കും അവർ കൂട്
ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞില്ല ഇത് ആനനെ പോലും നമുക്ക് ഇറക്കി വളർത്താം, പക്ഷേ ഈ ജീവിനെ മാത്രം നമ്മളുമായിട്ട് ഇറങ്ങുകയില്ല. അതിന് വേണ്ട ശുശ്രൂഷ. ഇത് കാട്ടിൽ വസിച്ചുകൊണ്ടിരുന്നതാണ്. തേനെടുക്കാൻ അവരുടെ തീറ്റ തീർന്നു കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് അവരിങ്ങനെ ദേശാടനം നടത്തിക്കൊണ്ടിരുന്നതാണ്. അവരെയാണ് നമ്മൾ മെരുക്കി വളർത്തുന്നത്. അപ്പോഴത്തേക്ക് എന്തെങ്കിലും പെട്ടി നനയാതെ സൂക്ഷിക്കണം. പിന്നെ പെട്ടി മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടി കേടായി പോകും, മുമ്പായി പോകും. എന്താണ് നിങ്ങൾ പറഞ്ഞേ? കുറച്ച് ഭാഷയൊക്കെ കിട്ടാനോട് വന്നിട്ട് കാസർഗോഡ് ഭാഷ പഠിച്ചു. അപ്പൊ മുമ്പായി പോകും. അപ്പൊ അതുകൊണ്ട് മഴക്കാലത്ത് പിന്നെ കാറ്റത്ത് നല്ല കാറ്റുണ്ടെങ്കിൽ കാറ്റടിക്കാതെ ഇച്ചിരി ഇങ്ങനെ ഇട്ടോ കേട്ടോ. ഇത് കവർ ചെയ്ത് നിൽക്കണം കേട്ടോ മഴക്കാലത്ത്. വേനൽക്കാലത്താണെങ്കിൽ എന്ത് ചെയ്യണം? ചെറിയ വെയിലടിക്കാതെ ഇരിക്കാനായിട്ട് ഒരു പാള, ഇവിടെ ഇല്ല പാളയോ അല്ലെങ്കിൽ ഷീറ്റിന്റെ വേണ്ടിയ ഡിഷോ അല്ലെങ്കിൽ ഓടിന്റെ കഷ്ണമോ വെക്കണം. ഇതിലൊക്കെ നേരെ കുട്ടിനെ വെയിലടിക്കുന്നത്. വെയിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് നല്ല തേനെടുക്കുന്ന സമയത്ത് നമ്മൾ തേനെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചൂടായിട്ട് ഇത് ഇരിക്കു വന്ന സമയമാണെങ്കിൽ എന്തെന്നല്ലോ അടയെടുക്കുമ്പോൾ എന്നെയാണ് ഈ അട എന്നെ കൊണ്ട് ഉണ്ടാക്കിയേക്കണത്. മെഴുകും കൊണ്ടാണ് തേനീച്ച ഉണ്ടാക്കിയിരിക്കുന്നത് അടക. അവരുടെ ഞാൻ പറഞ്ഞില്ലേ ഉദരത്തിലുള്ള ആ ബാച്ച് പ്ലാന്റിൽ നിന്ന് ഇതെടുത്തിട്ട് ആണ് ഇവരിത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഈ എന്നെയാണിത് ഈ പ്രേമേന്ന് ഈ അട വിട്ടുപോകും. ഇത് ചൂടായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വെയിൽ കൊള്ളാതെയും നോക്കണം. പിന്നെ പെട്ടി വെയിൽ കൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കൊട്ടവാടിയൊക്കെ പോകുമ്പോഴി ഇഷ്ടം പോലെ കിട്ടും. ഇതെല്ലാം ആയി കഴിയുമ്പോൾ എന്നറിയോ റാണി അപ്പോഴത്തേക്കും ഇങ്ങനെ ഈച്ചകൾക്ക് ഈച്ചകൾ പറയും ഇനി ഇഷ്ടം പോലെ പൂമ്പൊടി എല്ലാം ഉണ്ടാകുന്ന സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളായി ഇവരെല്ലാം വളരും തോറും വളർന്നു പോകുന്ന ഒരു സ്വഭാവമുണ്ട്. കൂട് സെറ്റടിക്കുമെന്ന് ഞങ്ങൾ പറയും. പിരിഞ്ഞു പോകും ഇവര് കൂട്ടിൽ ഒരു നിറഞ്ഞു കഴിയുമ്പോൾ. അത് നമ്മുടെ വീട്ടിലും അങ്ങനെയല്ലേ. കല്യാണം കഴിച്ച് 2-3 പേര് വന്നു കഴിയുമ്പോൾ ആൾക്കാരെ വേറെ വിടുന്ന പോലെ ഇവരങ്ങനെ പോകുന്നവർ ഉണ്ട്. അപ്പോഴത്തേക്കും ഇത് കൂടുതൽ മുട്ട പൂമ്പൊടി എല്ലാം വന്നു കഴിഞ്ഞു. കൂടുതൽ തേനും വന്നു കഴിയുമ്പോഴത്തേക്കും റാണി കൂടുതൽ മുട്ടയിടുന്നു. അപ്പം ഇനി നല്ല കാലം നമുക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെങ്ങനെയാണെന്ന് അറിയാമോ? ഈ അറ എന്നാ അണിച്ചു കൊടുക്കും മുട്ട ഇടുന്നതിന്? പോളിഷ് ചെയ്ത് കൊടുക്കും, അറ വൃത്തിയാക്കി കൊടുക്കും. അന്നേരത്തേക്കും അന്നേരം അതുവരെ ഈ മഴക്കാലത്തൊക്കെ അതിൻ്റെ അകത്ത് തേനോ പഞ്ചസാര ലാരിയൊക്കെ എടുത്ത് വെച്ചിരുന്നതെല്ലാം അവർ ക്ലീനാക്കി അവരിട്ട് കൊടുക്കും. അപ്പം റാണി കൂടുതൽ മുട്ടയിടുന്നു. കൂടുതൽ മുട്ടയിട്ട് കഴിയുമ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നു. കൂടെ ഈച്ചകൾ എന്ത് ചെയ്യും? ഈച്ചകൾ കൂടും. ഈച്ചകൾ കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോഴോ ഒരു നവംബർ വരെ, ഒരു നവംബർ 30 വരെ പിരിക്കുന്നവർ പിരിക്കാവുള്ളൂ കേട്ടോ. അടുത്തത് ഇന്ന് നിങ്ങൾ ഡിവിഷൻ വന്നു കഴിയുമ്പോൾ നവംബർ 30 വരെ ഡിവിഷൻ ചെയ്യാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നേരത്ത് പിന്നെ നമ്മുടെ കൂടിലേക്ക് ഈച്ചകളെ വളർത്തി നമ്മൾ തേനെടുക്കാനായിട്ട് നോക്കുകയുള്ളൂ. പിന്നെ ആ സമയത്ത് പിരിക്കാൻ പോയേക്കരുത് കേട്ടോ. നവംബർ 30, ഒരു ജനുവരി 15, ഒരു ഡിസംബർ 15 ആകുമ്പോഴെങ്കിലും റാണി മുട്ടയിട്ട് നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ 2, 3, 4 സൂപ്പർ കൂടി അങ്ങനെ കേട്ടുന്നതുകൊണ്ട് ഞങ്ങൾ നവംബർ 15 കൂടി റാണീനെ മുട്ടയാക്കി ഇട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ പറയുമ്പോഴത്തേക്കും ഒരു ഡിസംബർ ഒരു 30 ആകുമ്പോഴത്തേക്കും ആ കൂട്ടിൽ മറ്റേ പിരിച്ചു വെച്ച റാണി കൂട്ടിൽ റാണി മുട്ടയിടാനായിരിക്കണം. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ കൂട് നിറച്ച് ഈച്ച ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ തേൻ കിട്ടുള്ളൂ. അല്ല, ഒരു വീട്ടിൽ ഒരാൾ പണിക്ക് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശല്ലേ വരുള്ളൂ. ഒരു 5 പേരൊക്കെ പണിക്ക് പോയാലോ ഒത്തിരി കിട്ടും. എന്ന് പറയുന്നതിൽ ഇവരും ഈച്ചകൾ കൂടിനകത്ത് ഞാൻ പറഞ്ഞല്ലോ റാണിയും ഈ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാനായിട്ടും ഈ ബ്രൂഡിന്റെ അകത്ത് ഈച്ചകളുണ്ട്. ഓരോ തട്ടക്കടിയുടെ ഒരു ഈച്ചകൾ കയറുന്നു. അതിന് നമ്മള് 4-6 അത് തേനായി നിങ്ങൾ 6 ഞാൻ പറഞ്ഞില്ല 3 അട ഇത് ജനിച്ചു തരുന്നു. ബാക്കി 3 അട നിങ്ങൾ തീറ്റ കൊടുത്ത് ഇതിനെ പണിയിപ്പിക്കണം എന്ന് പറഞ്ഞു.
താഴെ ഒന്നുകൂടി ഡിവൈഡ് ചെയ്തില്ലേ അവിടെ സ്ഥലമില്ലല്ലോ മുട്ടയുടെ അന്നേരത്തേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈച്ച കുറഞ്ഞു പോയില്ലേ? ആ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈച്ച കുറഞ്ഞു പോയി. 1500 മുട്ടയെടുത്തില്ലേ? 15 കഴിഞ്ഞില്ലേ ഈ തേൻ എടുക്കുന്ന നേരത്തെ മുട്ടയിടില്ല. വേലക്കാരി ഈച്ചകൾ പിന്നെ ഇവരെ കുഞ്ഞുങ്ങളെ 10 പ്രാവശ്യം മുട്ടയിടും. മുട്ടയിടുമ്പോൾ ജനുവരി ഫെബ്രുവരി ഒന്നുകൂടി ഡിവൈഡ് ചെയ്യും. നമ്മൾ നോക്കാതെ അങ്ങനെയാണെങ്കിൽ ചില ഇരുന്നു നമുക്കത് പറയാനായിട്ട് 4 മുപ്പത് നമ്മൾ നോക്കിയതാ ഒന്നും അടക്കുന്നില്ല ഇടുന്നു. നിങ്ങൾക്ക് എങ്ങനെയൊന്നും അറിയില്ല. അത് തേന് ഇപ്പം ഞങ്ങളുടെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ റബ്ബർ തോട്ടം. ഇവിടെ റബ്ബർ തോട്ടം ഉണ്ടോ? ആ അപ്പൊ ഞങ്ങളുടെ മെയിൻ സ്രോതസ് എന്ന് പറയുന്നത് റബ്ബറാണ്. ഡിസംബർ ആകുമ്പോഴത്തേക്കും റബ്ബറല്ലി അങ്ങ് പൊഴിഞ്ഞു. ഈ പൊഴിയാൻ നേരത്തെ ഇതില്ല. അത് നെറ്റൊക്കെ ചെറിയ തേൻ വരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഡിസംബർ അവസാനം ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു തൊട്ട് സൂപ്പർ ജനുവരി ആദ്യമേ നമ്മൾ കയറ്റും. എന്നാലേ 2-3 നാൾ നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞാൽ നവംബർ 15 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പിരിച്ച് കഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഡിസംബർ 15 പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൂപ്പറൊക്കെ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി പ്രാക്ടിക്കൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എത്ര ഈച്ചകളുണ്ടോ അത്രയും തേൻ നമ്മുടെ കൂട്ടിലേക്ക് വരുമല്ലോ. ആ സമയത്ത് പിരിച്ചു കഴിഞ്ഞാൽ പുതിയ റാണിയായിട്ട് വരണം. ആ റാണി കൂട്ടിൽ റാണിയില്ല. ആ കുട്ടി പിന്നെ പണിയോ? പുതിയ റാണി വന്നു കഴിഞ്ഞിട്ടല്ലേ പണിയുള്ളൂ. അതുവരെ പ്രകൃതിയിൽ ഇങ്ങനെ തേൻ വന്നോണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഇവിടെ കൂടുണ്ടാക്കുന്നേ ഉള്ളൂ. ഞങ്ങളുടെ റാണി വിരിഞ്ഞില്ല, ഞങ്ങൾക്ക് റാണി ഇല്ല എന്ന് പറഞ്ഞാൽ റബ്ബറയിൽ തേൻ പൊഴിഞ്ഞോണ്ടിരിക്കണത് അവിടെ പിന്നെ പൊഴിച്ച് നിർത്തി വെക്കുവോ? ഇല്ല. അപ്പൊ അവരവിടെ തേൻ പൊഴിയോന്നല്ല നിങ്ങൾ പറഞ്ഞ ഇലയിൽ ഇങ്ങനെ ആയി വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈച്ചകളെ ആക്കിയിട്ട് നമ്മൾ എടുത്തോണം, ഇവരെ കൊണ്ട് എടുപ്പിച്ചോണം. ആ സമയത്ത് പിരിക്കാനായിട്ട് പോകുന്നത് റാണി പുറത്തു പോകാതെ അത് റാണി നമ്മൾ പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല. ഒന്ന് റാണി നമ്മളെ ഇണ ചേരാനായിട്ട് പോയി, പിന്നെ വന്നു പിന്നെ അവിടെ പുറത്തു പോകില്ല. പിന്നെ പോണത് എപ്പോഴാന്ന് പറയുമോ? ഈ കൂട്ടിൽ എന്തെങ്കിലും അസ്വസ്ഥത, തീറ്റയില്ല എന്ന് മനസ്സിലാകുന്നു, മെഴുകുപുഴു ഉണ്ടാകുന്ന മനസ്സിലാകുന്നു. ഈ കൂട്ടിൽ അവർക്ക് ഇരിക്കാൻ പാടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് റാണി കൂട്ടിൻ്റെ പുറത്ത് പോകുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ സെറ്റടിച്ച് പോകാനായിട്ട് ഇത്ര നേരത്തെ റാണി പിന്നെ പുറത്ത് പോകുന്നുള്ളൂ. അപ്പോൾ ആ മെഴുകുപുഴു നമ്മൾ വന്ന് തീറ്റ കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർ ഈ മെഴുകും കൊണ്ടാണ് ഇത് അടയുണ്ടാക്കുന്നത്. അപ്പം ഈ അടയുണ്ടാക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അടർന്നു വീഴും. അവർ വലിയ മുകളിലോട്ട് കയറി നമ്മുടെ അട തിന്നാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മുടെ കൂട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ 6 അടയുണ്ട് ഈച്ച. 6 അട ഈച്ച ഉണ്ടെങ്കിൽ 6 അടയുണ്ട് പെട്ടിക്കകത്ത്. 5 അടയിൽ ഇരിക്കാനുള്ള ഈച്ചയെ ഉള്ളെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഒരട കണ്ടിച്ച് കളഞ്ഞിട്ട് 5 അടയിലായിട്ട് ഒതുക്കി കൊടുക്കണം. ഞങ്ങൾ അട ഒതുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത്. ഇവര് മോളിൽ നിന്ന് താഴത്തോട്ടാണ് പിടിപ്പിക്കുന്നത്. അപ്പൊ ഇത് കണ്ടിച്ച് വെക്കുമ്പോൾ ഇത് മോള് വശം ഇവിടെ ഇവരുടെ അടിത്തറ കിടക്കണത് ഇവിടെയാണ്. താഴെ വാല് കൊണ്ടുപോയി ഇവിടെ കൊണ്ട് വെക്കരുത്. ഇങ്ങനെ വെക്കണം. അടിത്തറ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അവര് പണിത് വന്നത് ഈ താഴത്തെ റോഡിൽ തന്നെ ഉള്ളത് മോളിൽ നിന്ന് താഴത്തോട്ടാ വരുന്നത്. ഇവര് തന്നെ ഉള്ളത് മുകളിലോട്ടാ പോണത്. താഴത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇറക്കി എടുക്കുമ്പോഴത്തേക്കും അട പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ താഴെയാണ് വെച്ച് കൊടുക്കണം. താഴെ വെച്ചിട്ട് ഇതുപോലത്തെ റബ്ബർ ബാൻഡ് മേടിച്ചിരുന്നത് കണ്ടോ? സങ്കല്പിച്ചോ കേട്ടോ? മനസ്സിലായില്ല? അതുപോലെ ഇട്ട് നമ്മൾ കൊടുക്കുക. അങ്ങനെ 3 ഇട്ടതിന് ശേഷം ഇതിന്റെ സെന്ററിലാക്കിയിട്ട് കൊടുക്കണേ. സെന്ററിലാക്കി ഇട്ട് കൊടുക്കുക 3 അത് കഴിഞ്ഞ് 5 ഫ്രെയിം ആയിരിക്കും തരുന്നത്. ഈ 5 എണ്ണം 2 എണ്ണം അപ്പുറം ഇപ്പുറയായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് ഇത് ഒരു പകുതിയായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വേറെ ഒരാൾ സ്മോക്കറിന്റെ പുക വരാവുള്ളൂ. ഇങ്ങോട്ടൊന്നും അടിക്കില്ല. അടിച്ചിട്ട് ഈച്ച 2 പറന്നു പോയാലും കുഴപ്പമില്ല. റാണി പറന്നു പോകാതിരിക്കും. അപ്പോൾ ഈ തേനെടുക്കുന്ന സമയത്ത് നമ്മൾ റാണി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റാണി ആയി വരണം. വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന കൂട്ടിയിൽ നിന്ന് 5ഉം 8ഉം കിലോയൊന്നും തേൻ കിട്ടുകയില്ല. അതിനുശേഷം ഇത് നിറഞ്ഞില്ല. അപ്പം നമ്മൾ പരമാവധി ഇവർക്ക് കൊണ്ട് അയാസപ്പെട്ട ആ സമയത്ത് അയാസപ്പെട്ട പണിയെടുപ്പിക്കാതെ തേൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടായിട്ടുള്ള പണി കൊടുക്കുക. അതുപോലെ നമ്മളിത് ഇങ്ങനെ ചെറുത്തുമ്പടിയാക്കാനൊക്കെ ആയിട്ട് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് അതുപോലെ നമ്മൾ താഴേന്ന് സൂപ്പിന് കണ്ടിച്ചിടുന്നു എന്ന് പറഞ്ഞില്ലേ? കണ്ടിച്ചിടുമ്പോൾ നമ്മൾ ചെറിയ മുട്ടയും പുഴുവും ഒക്കെ കാണുമായിരിക്കുമേ.
അപ്പൊ നമുക്ക് ആദ്യം ആ സമാധി ആയത് അതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ, തേൻ എടുക്കാൻ രാമത്തെ ഇപ്പോഴും മതി അത് ഇരുന്നോട്ടെ. അത് ഇങ്ങനെ തേൻ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തെ സമാധി ആയത് സൂപ്പറിൻ്റെ അകത്ത് നമ്മൾ കണ്ടിച്ചിട്ടതിൻ്റെ അകത്ത് സമാധി മനസ്സിലായില്ലേ? നമ്മളെ കാര്യത്തിൽ വരാൻ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ പ്രാക്ടിക്കലുള്ളവരൊക്കെ ചെയ്തോളുക. അപ്പോൾ ഇത് വരാതെ നമ്മുടെ കൂട് നിറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടായിട്ട് നമ്മൾ കൂട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മളിനി ചെയ്യും 3 അട മുട്ടയും പുഴുവുള്ള 3 അട ഇതിൻ്റെ അകത്ത് വെക്കുന്നു. 3 അടയും തേനീച്ച റാണിയിലേയും കൂടെ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് വെക്കുന്നു. ഒരു 1/2 കിലോമീറ്റർ എങ്കിലും മാറി വെക്കണം കേട്ടോ. 1/2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിനോട് ചുറ്റിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ 1/2 കിലോമീറ്റർ ചുറ്റി ഇവിടെ തന്നെ വരുന്നത്. ഈ തേനീച്ച അവിടെ തന്നെ കൊണ്ടുപോയിരിക്കണം. അല്ലെങ്കിൽ ഇവർ ഈ തേനീച്ച ഇവിടെ എല്ലാം തേനെടുത്ത് നടന്ന് ഇവർക്ക് സ്ഥലം അറിയാവുന്നതാണ്. അവിടെ കൊണ്ടുവരുന്ന തേനീച്ച ഈ കൂട്ടിലേക്ക് തന്നെ വന്ന് വീഴുള്ളൂ. അപ്പോൾ 1/2 കിലോമീറ്റർ എങ്കിലും കുറഞ്ഞ് മാറ്റിക്കൊണ്ട് വരണം. അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു ഇതിൻ്റെ അകത്ത് പുതിയ റാണി ഇറങ്ങി വരുന്നോടം വരെ ഒരു 10 ദിവസം അവിടെ കൊണ്ട് വെച്ചാൽ മതി. 10 ഓ 15 ദിവസം അവിടെ വെച്ചിട്ട് പിന്നെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഇങ്ങോട്ട് രാത്രി എടുത്തുകൊണ്ട് വരും. ഈ തേനീച്ച തരുന്നത് രാത്രിയിലാണ് കേട്ടോ തരുന്നത്. അപ്പോൾ ഇത് പിരിഞ്ഞതിന് ശേഷം 3 അടയും റാണിയെ നോക്കി പിടിക്കണം. റാണി ഉണ്ടോ എന്ന് നോക്കി പിടിക്കണം. ഇല്ലെങ്കിൽ റാണി ഇവിടെ ഇരിക്കും, ഈച്ച അവിടെ ഈച്ചേനെ കൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ റാണി ഇല്ലെങ്കിൽ ആ കൂട്ടിൽ ഭയങ്കര അസ്വസ്ഥമായിട്ട് അവർ ഓടി നടക്കും. അവർ കൊണ്ടുപോണ ഈച്ചകൾ തന്നെ ചെയ്യും മറന്ന് കൊണ്ടുപോണ നമ്മൾ ഡിലിവേഡ് ചെയ്തത് വെറുതെയാവും. അതിനനുസരിച്ച് റാണി ഇല്ലെങ്കിൽ അവരവിടെ കൊണ്ടുപോയി നമ്മൾ അവിടെ അവിടെ മാത്രം ഇരിക്കും. ഈച്ചകളുടെ വഴിക്ക് പോകും. റാണി ഉണ്ടെങ്കിൽ മാത്രമേ ആ കൂട്ടിൽ അവിടെ ഈച്ച കഴിച്ചുകൊണ്ടിരിക്കുള്ളൂ. അത് അവരോട് നമ്മൾ 3 അട ഞാൻ പറയാം. പിന്നെ ഞാൻ 3 അട അവിടെ കൊണ്ടുപോയി നമ്മൾ 3 അട പിന്നെ അപ്പം നമ്മൾ 5 ദിവസം പുറകോട്ട് വേണം വെക്കാൻ. അപ്പൊ കറക്റ്റ് 10-ാം ദിവസം വിരിഞ്ഞിറങ്ങും. പിന്നെ 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ വിരിഞ്ഞിറങ്ങും. നമ്മളിപ്പം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? കേട്ടവർക്ക് മനസ്സിലായോ? ആ ചെയ്യുന്നവർക്ക് 5 ദിവസം അപ്പത്തേക്കും കറക്റ്റ് 10-ാം ദിവസം രാവിലെ അവർ വിരിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 9-ാം ദിവസം നല്ല ഈ കൂട് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഈ കൂടിനകത്ത് ഇങ്ങനെ റാണി മുട്ടകളുണ്ടാവും. റാണി ഇവിടെ ഇല്ലാതെ വെച്ചിട്ട് പോയ കൂട്ടിലുള്ള റാണിയും കൊണ്ട് പോയെങ്കിൽ പിന്നെ റാണി ഇവിടെയാണെങ്കിൽ അതിനകത്ത് മുട്ടയുണ്ടാവുകയില്ല. റാണി ഇല്ലാതിരുന്നാൽ മാത്രമേ മുട്ടയാവുള്ളൂ. അപ്പോൾ അതിൽ ഒരു കൂടെ വിൽക്കാനുള്ളതെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഏറ്റവും നല്ല ഒരു മുട്ട അവിടെ നിർത്തിയതിന് ശേഷം ബാക്കി മുട്ടകൾ അതറിയാം ഇതിന് വലുതായിട്ട് ഇങ്ങനെ ആയിട്ടുള്ളത് നീക്കി പൊട്ടിച്ചു കളയാം. 2 പേർ കൂടുതലുള്ളവർക്ക് പിരിക്കാനായിട്ട് ഇതിൻ്റെ മുട്ട കണ്ടിച്ച് നമുക്ക് ഈ കൂട് ഇതുപോലെ മറ്റേ വേറെ കൂടുകൾ ഇരിപ്പുണ്ടല്ലോ 3-4 ഇരിപ്പുണ്ടല്ലോ. എത്ര കൂടെ മുട്ട വന്നു കഴിയുമ്പോൾ 5 കൂടുകൾ പിരിക്കണമെന്നാണ് അറിയാമോ? ഇത് ഡിവൈഡ് ചെയ്തിട്ട് മുട്ട കണ്ടിച്ചു കൊടുക്കാം. ഒരു കൂടെ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഈ ഒരു മുട്ട നിർത്തിയിട്ട് നമ്മൾ ബാക്കി ചെറിയ കത്തിയില്ലേ ആ കത്തിയും കൊണ്ട് കണ്ടോ ഇങ്ങനെ എടുക്കാം. അപ്പൊ റാണിയുടെ എന്നാണെന്നറിയാമോ? തല ഇങ്ങോട്ടാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ ചെരിച്ചിട്ടിടുക. ഇതിനൊരു ചതവും സംഭവിക്കരുത്. അതുപോലെ നിങ്ങൾ റാണി മുട്ട കണ്ടിച്ചെടുക്കുമ്പോൾ ആണീച്ചയുടെ മുട്ട ഉള്ളിടത്ത് ഷെഡ് കണ്ടിച്ചെടുക്കരുത്. അത് വിരിഞ്ഞിറങ്ങണ ചിലപ്പം ഈ വേലക്കാരികൾ ചിലപ്പോൾ ആണീച്ചയുടെ മുട്ടയ്ക്ക് പിന്നെ റോൾ ജെല്ലി കൊടുത്തിട്ട് പിന്നെ റാണിയാക്കി കഴിക്കും. അങ്ങനെയുള്ള റാണി ഒരു കാരണവശാലും പുറത്ത് പോയി ഇണ തരികയില്ല. ആ റാണി മുട്ടയിടുകയില്ല. അപ്പം നിങ്ങൾ വേലക്കാരികളുടെ ഈച്ചയുള്ള മുട്ടയുള്ള അടുത്തുനിന്ന് മാത്രമേ റാണീനെ എടുക്കാവുള്ളൂ. മനസ്സിലായോ? ആണീച്ചയുടെ മുട്ടയുള്ള ആണീച്ചയുടെ മുട്ട എന്ന് പറയുമ്പോൾ കുറച്ച് പൊങ്ങിയിരുന്നു. അപ്പൊ അതിൻ്റെ അടുത്തുള്ള സെല്ല് എടുക്കരുത്. ഇല്ലാത്തടത്തുള്ള സെല്ല് മാത്രം എടുത്ത് വെച്ച് കൊടുക്കണം. അതിനുശേഷം നിങ്ങളിത് കഴിഞ്ഞു 9-ാം ദിവസം എടുത്ത് വെച്ചു പിരിക്കേണ്ടവർക്ക് പിരിച്ചു വെച്ച് കൊടുത്തു. അപ്പൊ ഇത് തീറ്റ കൊടുത്ത് നമ്മൾ ക്രമീകരിച്ചു വന്നു. അതിനൊരു 9-ാം ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് റാണി നമ്മൾ പിരിഞ്ഞിറങ്ങി ചിലപ്പോൾ നമ്മൾ ഈ റാണി മുട്ട കണ്ടിക്കണം 2-3
പ്രാവശ്യമൊക്കെ റാണിമുട്ട കൊടുത്താലേ ആ കൂട് ശരിയായിട്ട് വരുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ വേറെ നമ്മുടെ പെട്ടി ഉണ്ടല്ലോ, അപ്പോൾ മുട്ടയും സമാധിയും ഉണ്ടാവുന്നത് കടയിൽ തേച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യപ്രായം എടുത്ത് അപ്പുറത്തേക്കിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെയായിട്ട് നമ്മൾ ആ കൂട്ടിൽ റാണി ഉണ്ടാക്കി എടുക്കുക. മുട്ടയും പുഴുവും ഉണ്ടെങ്കിൽ ആ കൂട്ടിൽ പോയിട്ട് തേൻ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് വന്നിട്ട് ഡാൻസ് പോകാതെ ഇവരെ കാണിക്കും. അതിങ്ങനെ വാല് കളിക്കൊണ്ട് പോകുവാണെങ്കിൽ ഭാരതീയ ഡാൻസ് എന്ന് പറയും. അത് ഒരു 500 കിലോമീറ്റർ. പിന്നെ അവരിങ്ങനെ ചുറ്റിക്കടന്നുകൊണ്ട് ഡാൻസ് കളിക്കും. അതുപോലെ 500 മീറ്റർ ആ ദൂരം. അപ്പൊ ഈ വന്ന് ഡാൻസുകൾ കണ്ടേച്ചിട്ട് കറക്റ്റ് ആ തേനീച്ച എവിടെയാണോ ആ തേന്റെ സ്രോതസ് കണ്ടത് അങ്ങോട്ട് തന്നെ അവര് കറക്റ്റ് ആ മരത്തെ തന്നെ വരും. വേറെ അത്ര ഇപ്പറേ ഉണ്ടെങ്കിൽ ഒന്നും ഈ വന്ന് അറിവ് കൊടുത്തോടെ ഈ ഡാൻസിലൂടെ ഞാൻ ತುಂಬ ಇಂಟ್ರೆಸ್ಟಿಂಗ್ ಆಗಿ ನಿಮಗೆ ಹೇಗೆ ಲೋ ಇನ್ಪುಟ್ಸ್ ಅಲ್ಲಿ ನಿಮಗೆ ಹೇಗೆ ಅಗ್ರಿಕಲ್ಚರ್ ಸ್ಟಾರ್ಟ್ ಮಾಡ್ಬೋದು ಅಂತ ತುಂಬ ಒಳ್ಳೆಯಾಗಿ ಡೀಪ್ ಆಗಿ ಡೀಟೇಲ್ ಆಗಿ ಕ್ಲಾಸ್ ಮಾಡಿ ಕೊಟ್ಟಂತಹ ಏರಿಯಾ